ഓം നമോ ഭഗവതേ വാസുദേവായ നമഃ. എല്ലാവർക്കും നമസ്കാരം. നാം എല്ലാവരും പറയാറുണ്ട് താൻ പാതി ദൈവം പാതി എന്ന്. നമ്മുടെ പാതി നാം ചെയ്താൽ ഭഗവാന്റെ പാതി ഭഗവാൻ കൂടി ചെയ്തു കൊള്ളും എന്നുള്ളത്. പക്ഷേ പലരും ചെയ്യുക നമ്മുടെ പാതി ചെയ്യാതെ മുഴുവൻ ഭഗവാൻ ചെയ്തു തരും എന്ന് കരുതി മടി പിടിച്ചിരിക്കാറാണ് പതിവ്. അപ്പോൾ ഈ താൻ പാതി ദൈവം പാതി എന്നുള്ളതിന് ഭഗവാൻ തന്നെ പണ്ട് തെളിവ് തന്നിട്ടുള്ളതാണ്. കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭഗവാൻ അന്ന് അർജുനന് ഒരു ഉപദേശം നൽകുന്നുണ്ട്. നമ്മുടെ ഭഗവത്ഗീതയിലെ 2-ാം അധ്യായം സാഖ്യയോഗത്തിൽ 2-ാം ശ്ലോകത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇത് തെളിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. ആ ശ്ലോകം ഇപ്രകാരമാണ്: കുതഃ ത്വാ കശ്മലം ഇദം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടം അസ്വർഗം അകീർത്തികരം അർജുന. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: യുദ്ധം പോലെയുള്ള ഒരു നിർണായകവും വിഷമകരവുമായ സന്ദർഭത്തിൽ ഒരു വീരനായ യോദ്ധാവിന് ഇങ്ങനെയൊരു ഭയം, ഒരു അപകർഷതാബോധം എവിടെ നിന്ന് വന്നുപെട്ടു? കർമ്മം ചെയ്യാൻ മടിക്കുന്ന മനുഷ്യരാശിക്ക് തന്നെയുള്ള ഭഗവാന്റെ അരുൾപ്പാടാണ് ഇത്. അതാണ് ആ ശ്ലോകത്തിൽ പറയുന്നത്. കുതഃ ത്വാ കശ്മലം ഇദം. ഞാനിങ്ങനെ പിരിച്ചു പറയുകയാണ്. കുതഃ അതാൽ എവിടെ നിന്ന്, ത്വാ നിനക്ക്, കശ്മലമിതം ഇതുപോലൊരു അപകർഷതാബോധം എവിടെ നിന്ന് വന്നു അർജുന? സമുപസ്ഥിതം അനാര്യജുഷ്ടം. അനാര്യജുഷ്ടം ആര്യന്മാർ, എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ശ്രേഷ്ഠന്മാരെയാണ് ആര്യന്മാർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ആര്യന്മാർക്ക്, ശ്രേഷ്ഠന്മാർക്ക് ഇത് ചേർന്നതല്ല. ഇതുപോലൊരു അപകർഷതാബോധം ബന്ധപ്പെട്ട് ഒരുവൻ്റെ കർമ്മം ചെയ്യാതിരുന്നാൽ അസ്വർഗ്യം അപകീർത്തികരം, അതായത് നിൻ്റെ കീർത്തിക്ക് കളങ്കം വരുത്തുന്ന ഈ ഒരു വ്യാകുലത നിന്നെ സ്വർഗം പ്രാപ്തമാക്കുന്നതിൽ നിന്നും നിന്നെ തടയും അർജുന. അതുകൊണ്ട് നീ കർമ്മം ചെയ്യൂ, ഫലം എന്തുമാകട്ടെ. ഫലേച്ഛ കൂടാതെ നീ കർമ്മം നിർവഹിക്കൂ. നിന്നെ വിജയത്തിലേക്ക് കൈപിടിച്ചു കയറ്റാൻ ഞാനുണ്ടിവിടെ. പക്ഷേ നീ കർമ്മം ചെയ്യുന്ന വേളയിൽ മാത്രമേ എനിക്ക് നിന്നെ തളരാതെ താങ്ങി നിർത്താൻ സാധിക്കൂ. നീ ചെയ്യേണ്ട കർമ്മം എനിക്ക് ചെയ്യാൻ സാധിക്കില്ല. ഞാൻ കൂടെ ഉണ്ടാകും, താങ്ങും തണലുമായി. ഭഗവാൻ ഇത് അർജുനനോട് മാത്രമല്ല പറയുന്നത്, മനുഷ്യരാശിയോട് തന്നെയുള്ള ഭഗവാന്റെ അരുൾപ്പാടാണിത്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ 2026 ഭഗവത്ഗീതയ്ക്ക് ആനുകാലിക പ്രസക്തി ഏറുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നാം പറഞ്ഞതാണ്, ഭഗവാൻ അർജുനനെ ഉപദേശിച്ചു തുടങ്ങുന്നത് 2-ാം അധ്യായം സാഖ്യയോഗം മുതലാണ്. അതിൽ 1-ാം ശ്ലോകത്തിൽ അർജുനനെ പറ്റി പറയുന്നുണ്ടായിരുന്നു അശ്രുപൂർണാകുലേഷണം, അതായത് കണ്ണുകൾ നിറഞ്ഞ് ദുഃഖത്തോടെ യുദ്ധം ചെയ്യാനാവാത്ത അവസ്ഥയിൽ ഇരിക്കുന്ന അർജുനനെ മധുസൂദനൻ, അതായത് ശ്രീകൃഷ്ണൻ തത്വോപദേശം നൽകി തുടങ്ങുന്നു. കഴിഞ്ഞ് ഇന്നത്തെ 2-ാം ശ്ലോകവും തുടർന്ന് 3-ാം ശ്ലോകത്തിൽ ഭഗവാൻ തുടങ്ങുന്നു, നിന്റെ ദുഃഖം ഹൃദയ ദൗർബല്യം എന്ന് പറയുന്നു. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം, അതുപേക്ഷിച്ച് സ്വധർമ്മം ചെയ്യാൻ തയ്യാറാകണമെന്ന് ഭഗവാൻ ആവശ്യപ്പെടുകയാണ്. അവിടെ അർജുനന് തക്കതായ ഒരു താക്കീത് കൂടിയാണ് നൽകുന്നത്. ശരി, ഇന്നത്തേക്ക് ഇവിടെ നിർത്തുന്നു. വരും വീഡിയോകളിൽ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമാണ് പുതിയ വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി എത്തുക.